ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിക്കുക. ഉപ്പും കുറച്ച് ഓയിലും ഒഴിക്കുക. വെള്ളത്തിലേക്ക് മാക്രോണി ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുത്ത് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഊറ്റണം. അതിന് ശേഷം നന്നായി ഊറ്റിയെടുത്തു. ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് പാനിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ നെയ്യ്. ബട്ടറാണ് ഒഴിക്കേണ്ടത്, പക്ഷെ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യ്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുക, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഉള്ളിയും 2 സവാളയും ഒരു 2 പോട് വെളുത്തുള്ളി ഇതിൽ കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നല്ലതായിട്ട് ഫ്രൈ ആവണം. നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ജിഞ്ചർ അത്ര ഇടില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രൈ ആയ ഉള്ളിയിലേക്ക് വീട്ടിലുള്ള വെജിറ്റബിൾസ് ഇടുക. എൻ്റെ അടുത്ത് ക്യാരറ്റ് ഇല്ല, അപ്പോൾ ക്യാബേജ്, ക്യാപ്സിക്കം അത് ചെറുതായി അരിഞ്ഞത് ഇടുക. പൊടി ഇടുക. സോയ സോസ് ഒഴിക്കുക. ചീസ് ഇടുക. 2 സ്ലൈസ് ചീസും ചേർക്കുക. പാലൊഴിക്കുക. നമ്മളുടെ മാക്രോണി ഇടുക. ഫുള്ളിട്ട് മിക്സ് ചെയ്യുക. ചീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. റെഡി. നമ്മളുടെ ഇന്ത്യനൈസ്ഡ് പാസ്ത റെഡിയായി. ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സ് ആയിട്ടുള്ള ഇന്ത്യനൈസ്ഡ് പാസ്ത, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കിയ പാസ്ത റെഡിയായി. റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുത്തു.